ഇന്ന് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ജാമാണ് കേട്ടോ ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. എന്നാൽ പോലും ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ചെയ്തു നോക്കിക്കോളൂ. എന്തായാലും സക്സസ് ആവുകയും ചെയ്യും. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ജാം ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം വലിയൊരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്തിട്ടുള്ള പൈനാപ്പിൾ തന്നെ എടുക്കാൻ നോക്കാം. ഇത് കാണുന്ന സമയത്ത് അത്ര കളറില്ലാന്നേ ഉള്ളൂ. ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ നല്ല ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളമൊന്നും ഇല്ലാതെ തന്നെ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ് നമുക്കിനി പൈനാപ്പിൾ ജാം ആക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ചുവട് കട്ടിയുള്ളൊരു പാത്രം നല്ലോണം തുടച്ച് വൃത്തിയാക്കി വെള്ളമൊന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതൊന്ന് അളന്നിട്ട് ഒഴിക്കാം കേട്ടോ. എത്രയ്ക്ക് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടോ അതിന് കണക്കാക്കിയിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാനാണ്. ഇപ്പോൾ ഇത് നമ്മളൊരു കപ്പ് അളവിൽ നോക്കുകയാണെങ്കിൽ ഒരു 2.5 കപ്പ് അളവിലാണ് പൈനാപ്പിളിൻ്റെ നല്ല തിക്കായിട്ടുള്ള ഈ ഒരു ജ്യൂസ് ഉള്ളത്. ഇതിലേക്ക് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ട് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള നമ്മൾ കുറച്ച് പൈനാപ്പിൾ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക്, അല്ലാത്തവർക്ക് ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഗ്യാസ് ഓൺ ആക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പൈനാപ്പിൾ ജ്യൂസ് അത്യാവശ്യം ചൂടായിട്ട് വരാനായിട്ട് തുടങ്ങും. ഈ സമയത്തിന് ഇതിലേക്കുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ജ്യൂസ് എടുത്തിട്ടുള്ള അതേ അളവ് കപ്പിൽ തന്നെ ഒരു 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പൈനാപ്പിൾ ജാം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. നല്ലോണം ഒന്ന് കുറുക്കി കറക്റ്റ് തിക്കായിട്ട് കിട്ടാനായിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മളൊരു 2.5 കപ്പ് നല്ല തിക്കായിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് എടുത്ത സമയത്ത് അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ മധുരം ലൈറ്റായിട്ട് മതി, കുട്ടികൾക്ക് അധികം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1.25 കപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ട്. അങ്ങനെ ഒരു 10 മിനിറ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെറിയ തീയിൽ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ചെറുതായിട്ട് അത്യാവശ്യം കുറുകാനൊക്കെ ആയി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ. ഒരു ചെറുനാരങ്ങയുടെ പകുതിയൊക്കെ മതിയാകും പുളിക്കനുസരിച്ചിട്ട്. ചെറുനാരങ്ങ ജ്യൂസ് നമ്മൾ ഒഴിക്കുന്ന വെച്ചാൽ പഞ്ചസാര ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ കട്ടയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അതിന് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഈ ഒരു ലെമൺ ജ്യൂസ് ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റ് കൂടെ ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. പിന്നെ ഇതിലേക്ക് പൈനാപ്പിളിൻ്റെ എസൻസ് വേണമെന്നുണ്ടെങ്കിൽ 1-2 തുള്ളി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിക്കുന്നൊന്നുമില്ല, അല്ലാതെ തന്നെ ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ജാം അത്യാവശ്യമൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാനായിട്ടുണ്ട്. കാരണം ഒരുപാട് കുറുക്കി വറ്റിച്ചെടുത്താൽ തണുത്ത് കഴിയുമ്പോൾ ഭയങ്കര കട്ടയായി പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണിലേക്ക് ഒരു ഇത്തിരി ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് കയ്യിൽ ചൂടുണ്ടാവും കേട്ടോ, നോക്കണേ. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കുന്ന സമയത്ത് കറക്റ്റ് ഇങ്ങനെ നമുക്ക് ജാം പോലെ ഇങ്ങനെ തുടച്ചെടുക്കാം. ഒരുപാട് ഇങ്ങനെ ഒഴുകി പോവാത്ത രീതിയിലാവുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. അത്രയേ ഉള്ളൂ. ഈ ഒരു കട്ടിയിലുള്ളപ്പോൾ തന്നെ നമ്മൾ ഓഫാക്കി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും ജാമിൻ്റെ കറക്റ്റ് രീതിയിലേക്ക് ഇപ്പോൾ തന്നെ കുറുക്കി എടുക്കുകയാണെങ്കിൽ ഇത് തണുത്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കട്ടായി പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ലോണം ചൂടൊക്കെ ആരി തണുത്ത് വന്ന സമയത്ത് ഇതുപോലെ നല്ല പാകം കട്ടിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ മതിയാവും നമുക്ക്. ഇതുപോലെ നന്നായിട്ട് ചൂടാറി വരുന്ന സമയത്ത് നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ള പൊട്ടുന്ന ഒരു കുപ്പി ഉണ്ടെങ്കിൽ അതിലേക്ക് ആക്കിയിട്ട് എയർടൈറ്റായിട്ട് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഒരു 10-12 ദിവസത്തോളമൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അതിൽ കൂടുതൽ ഞാൻ വെച്ച് നോക്കിയിട്ടില്ല. അത്യാവശ്യം വലിയൊരു പൈനാപ്പിൾ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും അളവിലാണ് നമുക്ക് ജാം കിട്ടുക. അപ്പോൾ ഇത് നമ്മൾ ഇനി സാധാരണ കഴിക്കുന്ന പോലെ തന്നെ ബ്രെഡിലാക്കിയിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ ഉള്ളിലാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ജാം ഉള്ളിലാക്കിയിട്ട് ഇതുപോലെ റോൾ ചെയ്തിട്ട് ടിഫിൻ ബോക്സിലൊക്കെ ആക്കി കൊടുക്കാം. അപ്പോൾ അത് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബ്രെഡിലാക്കിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജാം റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ആളുകൾക്ക് അറിയുന്നതിനൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്തായാലും പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുള്ളൂ, ഒരിക്കലും വാങ്ങിക്കില്ല. കാരണം സാധാരണ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. കുറച്ച് അളവിൽ തന്നെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അത് 10 ദിവസം കഴിയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്